അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ, ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ നമുക്കൊരാഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നതും അതിനു വേണ്ടി ആഗ്രഹിക്കുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു സ്ട്രെസ്സോടുകൂടി ചെയ്താൽ അത് ഫലിക്കില്ല. നമുക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കുറച്ച് ഫ്രീ ആയിരിക്കുക, മൈൻഡ് ഫ്രീ ആക്കി വെച്ച് വളരെ റിലാക്സ് ചെയ്ത് എൻ്റെ കൂടെ ഈ പ്രപഞ്ച ശക്തിയുണ്ട്, എൻ്റെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പേടിക്കേണ്ട. അപ്പം നമ്മൾ റിലാക്സ് ചെയ്ത് ആദ്യം ആ യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുക. നമ്മൾ ആ യൂണിവേഴ്സുമായിട്ട്, ആ പ്രപഞ്ചശക്തിയായിട്ട് നമ്മൾ സംസാരിക്കുക, നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ പറയുക, എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടിങ്ങനെ നടക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരു മൈക്രോ മെഡിറ്റേഷൻ്റെ കാര്യം നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാം. അപ്പോൾ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ ആഗ്രഹം കിട്ടിയതിന് ശേഷം മാത്രമേ ഇന്ന് സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് രാവും പകലും കഷ്ടപ്പെട്ട് അത് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ടോട്ടലി ഡിപ്രസ്ഡ് ആകുന്നൊരു കൂട്ടം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇപ്പം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പൈസ ഇല്ലാത്തതാണ് ഒരാളുടെ സങ്കടമെന്ന് വിചാരിക്കും. അയാൾക്കിപ്പോൾ അയാളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, അമ്മയുണ്ടാകും, അച്ഛനുണ്ടാകും, ഒരുപാട് എൻജോയ് ചെയ്യാൻ സമയമുണ്ടാകും. പക്ഷെ നാളെ ഇയാൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടി അയാൾക്ക് ഒരുപാട് കോടിക്കണക്കിന് പൈസ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ അമ്മയും അച്ഛനും എൻജോയ് ചെയ്യാൻ ഫ്രണ്ട്സും സമയമൊന്നും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പം ലൈഫ് എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാം? നമുക്കൊരു ദിവസം എന്തൊക്കെ വേണ്ടത്? നമുക്കൊരു ഹാപ്പി ആയിരിക്കാൻ എന്തൊക്കെ വേണ്ടത്? നമുക്ക് ആരോഗ്യം വേണം അല്ലേ, പിന്നെ അതിനു പുറമെ നമുക്ക് പൈസ വേണം, പിന്നെ റിലേഷൻഷിപ്സ് വേണം, നമുക്കൊരു കരിയർ വേണം, നമുക്ക് ആഗ്രഹമുള്ള, ഞാൻ കുറേ കൊല്ലം കൊണ്ട് നടക്കുമെന്ന് പറയുന്ന ഒരു ജോലി, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യം, ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫി, അങ്ങനെ പൈസ വരുന്ന, നമുക്ക് പൈസ വന്നില്ലെങ്കിലും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എക്സാം ഒരു പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാമിന് കൂടുതൽ ടൈം നമ്മൾ കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാനോ, നമ്മുടെ കുട്ടിയുടെ കൂടെ കളിക്കാനോ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ, ഇഷ്ടമുള്ള സിനിമ കാണാനോ ഒക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാകില്ല. നമ്മൾ അവസാനം ആ സക്സസ് അച്ചീവ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.